الحمد لله الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني صلوات الله وسلامه على سيدنا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين ആദരണീയരായ പണ്ഡിതന്മാരെ, രക്ഷിതാക്കൾ, സഹോദര സഹോദരിമാർ, പിഞ്ചുമക്കളെ, ഇതുവരെ നിങ്ങൾക്ക് നല്ല ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ നൽകിയ പ്രിയപ്പെട്ട ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാവട്ടെ, റാഹത്ത് നൽകുമാറാവട്ടെ. എല്ലാവിധ വിഷമങ്ങളും പ്രയാസങ്ങളും ഉസ്താദിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും നീക്കി നല്ല ആഫിയത്ത് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല, അതിനെ പറ്റിയ ടൈമല്ല. ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമായ റബീഉൽ അവ്വൽ കടന്നു പോകുമ്പോൾ രണ്ട് വാക്ക് ഉപ്പാപ്പയെ കുറിച്ച് പറയാതിരുന്നാൽ അതൊരു അദബുകേടായിരിക്കും എന്ന് മനസ്സിലാക്കി രണ്ട് വാക്ക് മാത്രം പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആയിലേക്ക് കടക്കാം. റഹ്മാനായ അല്ലാഹു നമ്മുടെ മജ്ലിസ് സ്വീകരിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നാം ധാരാളം കേട്ടതാണ്, മനസ്സിലാക്കി. പക്ഷേ ഇനിയും എത്രയോ മനസ്സിലാക്കാനും പഠിക്കാനും ധാരാളമുണ്ട് എന്നുള്ളത് മറന്നു പോകരുത്. ബഹുമാനപ്പെട്ട സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അടുത്തറിഞ്ഞവരാണ് മഹാന്മാരായ സ്വഹാബത്തെ കിറാം റളിയല്ലാഹു അൻഹും. അവര് റസൂലുള്ളാഹിനെ സ്നേഹിച്ച ആ സ്നേഹം എത്രയാണ്. ബഹുമാനപ്പെട്ട ഉപ്പാപ്പയുടെ വളർത്തുപുത്രനായ സെയ്ദ് റളിയല്ലാഹു അൻഹു അടിമച്ചന്തയിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങി കുഞ്ഞിനോട് ചോദിക്ക, മോനെ നിന്റെ ഉമ്മ ആയിഷ, നിന്റെ ഉപ്പ ഞാൻ ആകുന്നതിന് എനിക്ക് താല്പര്യമുണ്ടോ എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുവന്ന് സ്വതന്ത്രനാക്കി നല്ല സന്തോഷമുള്ള റാഹത്തുള്ള ജീവിതം നയിക്കുമ്പോ ദിവസങ്ങൾ മാസങ്ങൾ കഴിഞ്ഞു. കുഞ്ഞിനെ കാണാത്ത വല്ലാത്ത വിഷമത്തിലാണ് ഉപ്പ. പല ഭാഗങ്ങളിലും തെരഞ്ഞു നടന്നു. അവസാനം മദീനയിലുള്ള മുഹമ്മദിന്റെ അടുക്കൽ എന്റെ കുഞ്ഞുണ്ട് എന്ന വിവരം ലഭിക്കുകയും, നീണ്ട ചരിത്രമാണ്, ഞാൻ ചുരുക്കി പറയുന്നു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെരഞ്ഞു വരുന്നു. അടുത്തു വന്ന് ചോദിക്കുന്നു, മുഹമ്മദേ എന്റെ സെയ്ദ് ഇവിടെ ഉണ്ടോ? അപ്പോ വിശേഷണങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തപ്പോ ആള് സെയ്ദ് ഞാൻ വളർത്തും പുത്രൻ തന്നെയാണ് എന്ന് മനസ്സിലാകുകയും സെയ്ദ് എന്ന് വിളിച്ച് ഉപ്പയെ കാണിച്ചു കൊടുക്കുമ്പോ ബഹുമാനപ്പെട്ട സെയ്ദ് റളിയല്ലാഹു അൻഹു ഉപ്പായെ തിരിച്ചറിയുന്നു. അങ്ങനെ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനോട് ഉപ്പ ചോദിക്കുന്നു, മോനെ ഉമ്മ വല്ലാത്ത വിഷമത്തിലാണ്, എനിക്കും വലിയ പ്രയാസമുണ്ട്, നിന്നെ കണ്ടുമുട്ടിയത് വലിയ സന്തോഷമായി, അതുകൊണ്ട് പോവല്ലേ മോനെ, നമുക്ക് വീട്ടിലേക്ക് പോകാം എന്ന് പറഞ്ഞപ്പോ പ്രിയപ്പെട്ട ഉപ്പ അങ്ങന്റെ ഉപ്പ തന്നെയാണ്. പക്ഷേ ഈ ഉപ്പയേക്കാൾ വാത്സല്യം, ഈ ഉപ്പയേക്കാൾ സ്നേഹം, ഈ ഉപ്പയെ വിട്ടുപിരിഞ്ഞുള്ള ഒരു ജീവിതം എനിക്ക് ഓർക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് സെയ്ദ് റളിയല്ലാഹു അൻഹു ഉപ്പയുടെ കൂടെ പോകാൻ തയ്യാറായില്ല. അതുകൊണ്ടല്ല മഹാന്മാർ പറഞ്ഞത്, അന്ത ഉമ്മുൻ അം അബുൻ മഹറഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഇൽ അബ്തഹി വൽഹബീബിൽ അറബി. ഹബീബായ നബിയേ, അന്ത ഉമ്മുൻ അങ്ങ് ഉമ്മയാണ്, അം അബുൻ അല്ല ഉപ്പയാണ്, അതുമല്ല മാറ ഐന ഫീഹിമ ഉപ്പയിലും ഉമ്മയിലും മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. ഉപ്പയിലും ഉമ്മയിലും കിട്ടാത്ത വാത്സല്യവും സ്നേഹവും വളരെയധികം സന്തോഷവുമാണ് അങ്ങയുടെ ജീവിതം, അങ്ങയുടെ കൂടെയുള്ള അങ്ങയുടെ സ്നേഹവും അങ്ങയുടെ പെരുമാറ്റവും ഉപ്പായിലും ഞങ്ങൾ ആസ്വദിച്ചിട്ടില്ല, ഉമ്മയിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെയുള്ള സ്നേഹമാണ് അങ്ങ് നൽകുന്നത് എന്നാണ് മഹാൻ പറയുന്നത്. മുആദ് റളിയല്ലാഹു അൻഹുവിനോട് യമനിലേക്ക് പോവാൻ പറഞ്ഞപ്പോ മുആദ് റളിയല്ലാഹു അൻഹു സമ്മതിച്ചില്ല, പോകുന്നില്ല. ഉടനെ പറയുന്നു, ലഅൻ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദൻ ഖൈറുൽ ലക മിനദ് ദുനിയ വമാ ഫീഹാ. ഓ മുആദേ, യമനിലേക്ക് പോകണം, ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി യമനിലേക്ക് പോകണം. കാരണം എന്താണ്? ലഅൻ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദൻ, ഏതെങ്കിലും ഒരു മനുഷ്യൻ നിങ്ങളുടെ കാരണത്താൽ ദീനിലേക്ക് കടന്നു വന്നാൽ ഖൈറുൽ ലക മിനദ് ദുനിയ വമാ ഫീഹാ, ദുനിയാവും അതിലുള്ളത് മുഴുവൻ ലഭിക്കുന്നതിനേക്കാൾ ഏറ്റവും
ഖൈർ അതാണ് മുആദേ എന്ന് പറഞ്ഞപ്പോഴാണ് മനസ്സോടെ പോകാൻ തയ്യാറെടുക്കുന്നത്. ഇങ്ങനെയാണ് മഹാന്മാരായ സ്വഹാബത്തി കിറാം റളിയല്ലാഹു അൻഹും മുഴുവനും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ സ്നേഹം, അവിടുത്തെ ആ ഒരു അവിടുത്തോടു കൂടിയുള്ള ജീവിതം വല്ലാത്തൊരു സന്തോഷമായിരുന്നു മഹാന്മാർക്ക്. അതുകൊണ്ടല്ലേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് പല സ്വഹാബികൾക്കും ആലോചിക്കാൻ പോലും കഴിഞ്ഞില്ല. ഹജ്ജത്തുൽ വദാഇന്റെ സമയത്ത് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ എന്ന പരിശുദ്ധമായ വാക്യം ഓതിക്കൊടുത്തുകൊണ്ട് നമ്മൾ ഏറ്റെടുത്ത ഉത്തരവാദിത്തം, എന്റെ ഉത്തരവാദിത്തം പൂർത്തിയായിരിക്കുന്നു, ഈ ദീന് ഇന്ന് പൂർത്തിയായിട്ടുണ്ട് എന്നുള്ള വിഷയം പ്രഖ്യാപിക്കുമ്പോൾ സ്വഹാബത്തെ കിറാം സന്തോഷിക്കുകയാണ്. ഒരു പണി തുടങ്ങി വെച്ച് അത് പൂർത്തിയായല്ലോ, അൽഹംദുലില്ലാഹ്. എല്ലാരും വല്ലാത്ത സന്തോഷ. പക്ഷേ പുറത്തിരിക്കുന്ന സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരയുമ്പോ സ്വഹാബത്ത് ചോദിക്കുന്നു, എന്തിനാ സിദ്ദീഖേ കരയുന്നത്? എന്തിനാണ് കരയുന്നത്? ഇപ്പൊ സന്തോഷിക്കേണ്ട ടൈമല്ലേ സിദ്ദീഖേ, നിങ്ങൾ എന്തിന് കരയണമെന്ന് പറയുമ്പോ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു എഴുതിയതിന്റെ അപ്പുറം വായിക്കുന്നു, അല്ലയോ സ്വഹാബ, നിങ്ങൾക്ക് മനസ്സിലായില്ല അല്ലേ? ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഭൂമിലോകത്തേക്ക് വന്നത് ഈ ദീൻ പ്രബോധനത്തിന് വേണ്ടിയാണ്. പ്രബോധനം പൂർത്തിയായി, അവിടുത്തെ ദൗത്യം പൂർണ്ണമായി. ഇനി എന്താ സംഭവിക്കുക? അത് ഈ ആയത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് സൂചനയുണ്ട് എന്ന് പറഞ്ഞപ്പോ അപ്പോഴാണ് സ്വഹാബത്ത് ബേജാറാകുന്നത്, പൊട്ടിക്കരയുന്നത്. ആലോചിക്കാൻ പോലും കഴിയാത്ത ഒരവസ്ഥയായിരുന്നു സ്വഹാബത്തെ കിറാം റളിയല്ലാഹു അൻഹു. അവിടുത്തെ വിയോഗത്തോടുകൂടി മദീന നിശ്ചലമായി. എല്ലാവരും സങ്കടത്തിൽ തന്നെ വളരെയധികം ടെൻഷൻ അടിച്ചു നിൽക്കുന്ന ഒരവസ്ഥയിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ദറജ വർദ്ധിപ്പിക്കുമാറാവട്ടെ. അവിടുത്തെ കൂടുതൽ സ്നേഹിക്കാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. റഹ്മാനായ അല്ലാഹു അവിടുത്തെ ജീവിതം കൂടുതൽ പഠിച്ച് മനസ്സിലാക്കി അവിടുത്തെ കൂടുതൽ അറിഞ്ഞുകൊണ്ട് ധാരാളം സ്വലാത്ത് ചൊല്ലി, ധാരാളം അവിടുത്തെ ഹദ്റത്തിലേക്ക് മദ്ഹ് ചൊല്ലി, ധാരാളം ഫാത്തിഹ ഹബീബായ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദ്റത്തിലേക്ക് ഹദിയ ചെയ്ത് ആ ഒരു അവിടുത്തെ ആ ഒരു തിരുനോട്ടം, അവിടുത്തെ ഒരു സാമീപ്യം കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് അല്ലാഹു നമ്മയും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ, സന്താനങ്ങൾ, നമ്മുടെ ബന്ധപ്പെട്ട മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ എല്ലാവരെയും അല്ലാഹു തആല അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരു തരുമാറാവട്ടെ. റബ്ബ് ഖബൂലാക്കി തീർക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നീട്ടി സംസാരിക്കുന്നില്ല. പിന്നെ കുറച്ച് തേന് ഇവിടെ ഉണ്ട്. കൂടുതലൊന്നുമില്ല, വളരെ കുറച്ചേ ഉള്ളൂ.